നമസ്കാരം. IP ബിനുവിന്റെ ഊഞ്ഞാലാട്ടത്തിൽ ആഭ്യന്തര വകുപ്പിനെതിരെ വിമർശനവുമായി BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി. സംസ്ഥാന ഭരണം മാറി കോൺഗ്രസ് നേതാവ് ആഭ്യന്തരമന്ത്രിയായിട്ടും ആഭ്യന്തര വകുപ്പിലെ പ്രധാന കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പോലീസിലെ സഖാക്കളും CPM ക്രിമിനലുകളുമാണ് എന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി പറഞ്ഞു. ആഭ്യന്തര വകുപ്പ് ഇപ്പോഴും CPMന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് എന്നതിന്റെ ഏറ്റവും പുതിയ തെളിവാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നടന്ന ഓണാഘോഷമെന്നും അദ്ദേഹം പറഞ്ഞു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികൾക്ക് പോലീസ് സ്റ്റേഷനിൽ ഓണാഘോഷത്തിന് അവസരമൊരുക്കിയത് കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. CPM നേതാവ് IP ബിനു ഉൾപ്പെടെയുള്ള പ്രതികളാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഓണാഘോഷത്തിൽ പങ്കെടുത്തത്. ക്രിമിനൽ കേസുകളിൽ പ്രതികളായവർക്ക് പോലീസ് സ്റ്റേഷന്റെ വാതിലുകൾ തുറന്നു കൊടുക്കുന്ന സാഹചര്യം അതീവ ഗൗരവമുള്ളതാണ്. സ്റ്റേഷനിലെ SHO തന്നെയാണ് ക്രിമിനൽ കേസുകളിലെ പ്രതികൾക്ക് ഓണക്കോടി ഉൾപ്പെടെ വാങ്ങി നൽകിയത് എന്നാണ് പുറത്തുവരുന്ന വാർത്ത. പോലീസ് ഓഫീസേഴ്സ് യൂണിയൻ ഉൾപ്പെടെയുള്ളവർ അറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലൊരു ആഘോഷം നടന്നത് എന്നും അനൂപ് ആന്റണി പറഞ്ഞു. ആഭ്യന്തരമന്ത്രിക്ക് നട്ടെല്ലുണ്ടെങ്കിൽ ക്രിമിനലുകൾക്ക് പോലീസ് സ്റ്റേഷന്റെ വാതിലുകൾ തുറന്നിട്ട ഉദ്യോഗസ്ഥരെ ജോലിയിൽ നിന്നും പുറത്താക്കാനുള്ള ആർജവം കാണിക്കണം. പോലീസ് സ്റ്റേഷനുകളെ CPM നേതാക്കളുടെയും ക്രിമിനൽ സംഘങ്ങളുടെയും ആഘോഷവേദികളാക്കി മാറ്റാൻ അനുവദിക്കരുത്. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം. ഭരണം മാറിയിട്ടും ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തന ശൈലിയിൽ മാറ്റമില്ല എങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ആഭ്യന്തരമന്ത്രിക്കാണ്. പോലീസിലെ CPM അനുകൂലികൾക്കും ക്രിമിനൽ സംഘങ്ങൾക്കും മുന്നിൽ മുട്ടുമടക്കാതെ നിയമവാഴ്ച ഉറപ്പാക്കാൻ ആഭ്യന്തരമന്ത്രി തയ്യാറാകണമെന്നും അനൂപ് ആന്റണി ആവശ്യപ്പെട്ടു. അതേസമയം ED സംഘത്തെ ആക്രമിച്ച കേസിലെ പ്രതിയായ CPM നേതാവ് IP ബിനു മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ ഓണാഘോഷത്തിൽ പങ്കെടുത്ത സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് DGP രവാഡ ചന്ദ്രശേഖർ. സ്പെഷ്യൽ ബ്രാഞ്ച് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പ്രഖ്യാപിച്ചത്. പോലീസുകാരുടെ ഓണാഘോഷത്തിലാണ് ബിനു ഉൾപ്പെടെ 20ഓളം പ്രതികൾ പങ്കെടുത്തത്. ഓണാഘോഷത്തിനായി ഒരേ നിറത്തിലുള്ള ഷർട്ടും മുണ്ടുമായിരുന്നു പോലീസുകാരുടെ വേഷം. അതേ നിറത്തിലുള്ള വസ്ത്രം അണിഞ്ഞുകൊണ്ടാണ് ബിനുവും എത്തിയത്. നഗരത്തിലെ കടയിൽ നിന്നും പോലീസുകാർ വസ്ത്രം വാങ്ങിയതിനൊപ്പം തന്നെ ബിനുവിനും കൂടി വാങ്ങി എന്നാണ് വിവരം. സ്റ്റേഷനിലെ ഒരു കോൺസ്റ്റബിളാണ് ബിനുവിന് വസ്ത്രം കൈമാറിയത്. ഊഞ്ഞാൽ കണ്ടാൽ ഒന്നാടിയില്ലെങ്കിൽ പിന്നെ എന്ത് ഓണം എന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിക്ക് മുന്നിൽ ED സംഘത്തെ ആക്രമിച്ച കേസിൽ പ്രതിയായ CPM നേതാവ് IP ബിനു സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോയ്ക്കൊപ്പം കുറിച്ചത്. മ്യൂസിയം സ്റ്റേഷന് മുന്നിലാണ് ഓണം ആഘോഷിച്ചുകൊണ്ട് ബിനു ഊഞ്ഞാലാടിയത്. പോലീസുകാർ നോക്കി നിൽക്കെ നഗരമധ്യത്തിലെ സ്റ്റേഷനിൽ പ്രതിയുടെ ഈ ഊഞ്ഞാലാട്ടം ഇപ്പോൾ വലിയ വിവാദമാകുകയാണ്. സ്റ്റേഷന്റെ ചുമതല വഹിക്കുന്ന ഇൻസ്പെക്ടറും സേനയിലെ ഇടത് സംഘടനാ നേതാവുമായ R പ്രശാന്തിന്റെ അറിവോടുകൂടിയാണ് പ്രതികൾ ആഘോഷത്തിൽ പങ്കെടുത്തത് എന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. ED ആക്രമണ കേസിൽ സർക്കാർ നിയോഗിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ പ്രശാന്തിനെ കഴിഞ്ഞ ദിവസം തൃശൂർ ക്രൈംബ്രാഞ്ചിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. ഇദ്ദേഹം സ്റ്റേഷന്റെ ചുമതല ഒഴിയാനിരിക്കെയായിരുന്നു ഈ ആഘോഷം നടന്നത്. മ്യൂസിയം സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ED ആക്രമണ കേസിൽ ജയിലിലായിരുന്ന ബിനു ഉൾപ്പെടെയുള്ള പ്രതികൾ അടുത്തിടെയാണ് ജാമ്യത്തിൽ ഇറങ്ങിയത്. എല്ലാ ശനിയാഴ്ചയും സ്റ്റേഷനിലെത്തി ഒപ്പിടണമെന്നാണ് ജാമ്യ വ്യവസ്ഥ. അങ്ങനെ രാവിലെ സ്റ്റേഷനിലെത്തി ഒപ്പിട്ട ശേഷമായിരുന്നു ബിനു ഈ ആഘോഷങ്ങളിൽ പങ്കെടുത്തത്. ബിനുവിനെ ഓണാഘോഷത്തിന് ക്ഷണിച്ചിട്ടില്ല എന്നും ED ആക്രമണ കേസുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ ഒപ്പിടാൻ എത്തിയതായിരുന്നുവെന്നുമാണ് പോലീസിന്റെ വിശദീകരണം. ഷർട്ടിന്റെ നിറം ഒരുപോലെയായത് യാദൃശ്ചികം മാത്രമാണ് എന്നും ബിനുവും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ റീൽസ് ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടുകൂടി സംഭവത്തിൽ കടുത്ത പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസും രംഗത്ത് വന്നു. വിഷയത്തിൽ ഔദ്യോഗികമായി പരാതി നൽകുമെന്നും അവർ അറിയിച്ചു. ദൃശ്യങ്ങൾ വിവാദമായതിന് പിന്നാലെ തന്നെ സ്റ്റേഷൻ മുറ്റത്തുണ്ടായിരുന്ന ഊഞ്ഞാൽ പോലീസ് അഴിച്ചു മാറ്റുകയും ചെയ്തു. അതേസമയം സ്റ്റേഷനിൽ സ്വാധീനമുണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ട് സാക്ഷികളെ സ്വാധീനിക്കാൻ പ്രതി ശ്രമിക്കുകയാണ് എന്ന വിലയിരുത്തലിലാണ് പോലീസ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ബിനുവിന്റെ ജാമ്യം റദ്ദാക്കാൻ കോടതിയിൽ അപേക്ഷ നൽകാനുള്ള നടപടികളും പോലീസ് ആരംഭിച്ചു.